കഴിഞ്ഞ ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി വായിക്കാനിടയായി. അത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി. അപ്പോൾ നിങ്ങൾക്കും അതുപോലെയുള്ള റിലേഷൻസ് തോന്നും, അല്ലെങ്കിൽ നിങ്ങളും ആ കഥ അറിഞ്ഞിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഥ ഒരു ചൈനീസ് ഫാർമറെ കുറിച്ചിട്ടാണ്. ഒരു ഫാർമറും അദ്ദേഹത്തിൻ്റെ മകനും ഒരു കുതിരയുമായിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കുന്നുണ്ടായിരുന്നു ചൈനയിൽ. ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുതിരയെ കാണാനില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കാടുണ്ട്. ആ കാട്ടിലോട്ട് ആ കുതിര ഓടിപ്പോയിട്ടുണ്ട്. ആ നാട്ടുകാരെല്ലാവരും വന്നിട്ട് പറഞ്ഞു, വളരെ കഷ്ടം തന്നെ, കാരണം ആകെ ഉണ്ടായിരുന്നൊരു കുതിരയാണ്, ആ കുതിര എന്ത് ചെയ്തിട്ടുണ്ട്, ഓടിപ്പോയി, ഇനി എന്താ നിങ്ങൾ ചെയ്യുക, വളരെ കഷ്ടകാലം തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഫാർമർ പറഞ്ഞിട്ടുള്ളത്, അറിയില്ല ഇത് കഷ്ടകാലമാണോ നല്ല കാലമാണോ എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞുപോയി. തൊട്ടടുത്ത ദിവസമുണ്ട് ഈ കാട്ടിലോട്ട് പോയ കുതിര വേറെ 2 കുതിരകളെയും കൂടി കൂട്ടി കൊണ്ടുവന്ന്, അതായത് 3 കുതിരകളായി കൊണ്ട് അവർ തിരിച്ചു വരികയാണ്. അപ്പൊ ഇത് കണ്ട നാട്ടുകാർ വീണ്ടും വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഓ വളരെ ഹാപ്പി ന്യൂസ് ആണല്ലോ, ഒന്ന് പോയെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, 2 ആളുകളെയും കൂടി കൂട്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് 3 കുതിരകളായല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഫാർമർ പറഞ്ഞ കാര്യം ഇതാണ്, അറിയില്ല ഇത് നല്ലതിനാണോ അല്ലെങ്കിൽ മോശം കാര്യമാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം ഈ പുതിയ വന്ന കുതിരകളെ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ മകൻ, ഈ ഫാർമറിന്റെ മകൻ, ഒരു കുതിരയുടെ മുകളിൽ നിന്ന് വീഴുകയും അതിനെ കൈ ഒടിയുകയും ചെയ്തു. അപ്പൊ ഇതേ സംഭവം കണ്ടപ്പോൾ വീണ്ടും നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഓ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, മാന്റെ കൈ ഒടിഞ്ഞില്ലേ, ഇത് വലിയൊരു നഷ്ടം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കഷ്ടകാലം തന്നെയാണെന്ന് പറഞ്ഞു. അഗൈൻ ഫാർമർ ഒരേ കാര്യം പറഞ്ഞു, അറിയില്ല കഷ്ടകാലമാണോ നല്ല കാലമാണോ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതി തന്നെ പറഞ്ഞു. തൊട്ടടുത്ത ദിവസം വീണ്ടും അവിടെ ചൈനയിലെ പട്ടാളത്തിലോട്ട്, അന്നത്തെ മിലിറ്ററിയിലോട്ട് ആളുകൾ എടുക്കാനും വേണ്ടിയിട്ട്, അവിടെ വളരെ യൂത്ത് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടാളക്കാർ പല വീടുകളിലും കയറി ഇറങ്ങുന്ന സമയമായിരുന്നു. അങ്ങനെ ഇവരെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇദ്ദേഹത്തിന്റെ മകനുണ്ട്. പക്ഷെ ആ മകന്റെ കൈ ഒടിഞ്ഞത് കാരണം അത് പട്ടാളത്തിലോട്ട് പറ്റുന്ന ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മകനെ റിക്രൂട്ട് ചെയ്തില്ല, അവർ പിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഓ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, പട്ടാളത്തിലോട്ട് പോകേണ്ടി വന്നില്ല, ആ റിസ്ക് എടുക്കേണ്ടി വന്നില്ല, പകരം ഇത് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. ഫാർമർ സെയിം മറുപടി പറഞ്ഞു, അറിയില്ല അത് നല്ലതിനാണോ ചീത്തതിനാണോ. ഇങ്ങനെ കഥ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇവിടെ അഭിപ്രായങ്ങൾ മാറുന്നതും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നതൊക്കെ ആരാണ്, സൊസൈറ്റിയാണ്. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് അവർ ജഡ്ജ്മെന്റിലാവും, ഇത് നല്ലതാണ്, ഇത് മോശമാണ്, ഇത് നിങ്ങൾക്ക് നല്ല കാര്യം കൊണ്ടുവരും, ഇത് മോശം കാര്യം കൊണ്ടുവരും എന്നൊക്കെ അവർ പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് റിയലി നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രഷർ വരും അല്ലേ. നമ്മളൊരു SLC ഫുൾ A+ കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ട് പറയും, ഓ അടിപൊളിയായി ഫുൾ A+ കിട്ടിയെന്ന് പറയും. കിട്ടിയിട്ടില്ലെങ്കിൽ പറയും, ഫുൾ A+ കിട്ടിയല്ലോ, ഇനി എന്താ ചെയ്യുക, എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ, ഇനി ഏത് കോഴ്സ് നമ്മൾ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ പറയും. ഇത് കഴിഞ്ഞിട്ട് +1 +2 എത്തുമ്പോഴും തന്നെയാണ് അവസ്ഥ. ഇനി +2 കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും കോളേജ് കിട്ടാതെ കുറച്ച് ലാഗ് ചെയ്ത് നടക്കുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഇനി ഏതെങ്കിലും കോളേജ് കിട്ടിയിട്ട് ജോബ് കിട്ടിയിട്ടില്ലെങ്കിൽ അതും അപ്പോഴും തന്നെയാണ് അവസ്ഥ. ഈവൻ നമ്മൾ ലൈഫിൽ ഏത് സ്റ്റേജിൽ പോവുകയാണെങ്കിലും ഇത്തരത്തിൽ പല അഭിപ്രായങ്ങൾ നമ്മുടെ ലൈഫിൽ വന്ന് പറയാനും, അവരൊരു പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും അറിയുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഇപ്പം എന്നോട് പല ആളുകളും എഞ്ചിനീയറിംഗ് എടുത്ത സമയത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട്, എഞ്ചിനീയറിംഗിനൊക്കെ ഇപ്പം എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, എന്തിനാണ് എഞ്ചിനീയറിംഗ് എടുക്കുന്നത്? ഈ പറയുന്ന ആൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് എന്നോ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ പ്ലേസ്മെന്റ്, എവിടെയൊക്കെ ജോലി സാധ്യതകൾ ഉണ്ട് എന്നോ, അല്ലെങ്കിൽ ഏതൊക്കെ ബ്രാഞ്ചുകൾക്കാണ് ജോലി സാധ്യതകൾ ഉള്ളതെന്നോ ഒന്നും അറിയുന്ന ആളല്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, വെറുതെ അങ്ങോട്ട് ജഡ്ജ്മെന്റിലാവുകയാണ്. എന്നോട് ഒരുപാട് ആളുകൾ, റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളും നാട്ടിലുള്ള ആളുകളും അല്ലെങ്കിൽ പല ഫ്രണ്ട് സർക്കിളിലുള്ള പല ആളുകളും, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എഞ്ചിനീയറിംഗ് പോകുന്നത്, എഞ്ചിനീയറിംഗ് ഇപ്പോൾ സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഇവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, നല്ല കോളേജുകളിൽ നിന്ന് പഠിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതും ലക്ഷക്കണക്കിന് രൂപ സാലറികൾ അവർക്ക് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും ഇവർക്ക് ആർക്കും അറിയാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ജഡ്ജ്മെന്റിലാവും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, പല സിറ്റുവേഷൻസിൽ നിങ്ങളെക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു ഡ്രീമിനെ കവച്ചു വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന രീതിയിൽ പലപ്പോഴും പല ആളുകളുടെയും ഇൻഫ്ലുവൻസുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു ചൈനീസ് ഫാർമറുടെ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ നമുക്കറിയില്ല അത് നല്ലതിനാണോ മോശം കാര്യത്തിനാണോ എന്ന്. സോ അവരോട് അത്രേ പറഞ്ഞാൽ മതി, അവരുടെ ആ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, അത് നല്ല കാര്യത്തിനാണോ മോശം കാര്യത്തിനാണോ അറിയില്ല, എന്തായാലും 2 കാര്യത്തിൽ ഞാൻ പ്രിപ്പയർഡ് ആണ്. എൻ്റെ ഡ്രീമിലോട്ട് പോകുന്ന വഴിയിൽ വരുന്ന എല്ലാ തടസ്സങ്ങൾക്കും ആ ഒബ്സ്റ്റക്കിൾസിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അത് മാറ്റിയിട്ട് അത് കടന്നു പോകാൻ വേണ്ടിയിട്ടും ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ് എന്നുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിക്കൊണ്ട്, വളരെ സ്ട്രോങ് ആയിക്കൊണ്ട് നമുക്ക് അവരോട് പറയാൻ പറ്റണം എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വരും. എൻ്റെ ലൈഫിലായാലും നിങ്ങളുടെ ലൈഫിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിലും നിങ്ങളുടെ പാരൻസിൻ്റെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിൽ, എവ്രി വൺസ് ലൈഫിൽ എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഒരു എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോഴേക്കും അതിൽ വളരെയധികം ആഹ്ലാദിക്കുകയും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും അത് വളരെ ഡെസ്പാവുകയും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട്, എല്ലാം ഒരു ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് പോവാണ് വേണ്ടത്. ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാവും, ഒരുപാട് സാഡ് മൊമെന്റ്സ് ഉണ്ടാവും, ഇതൊക്കെ ലൈഫിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു മാർക്ക് പോയി എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്ക് അധികം കിട്ടിയെന്ന് കരുതിയിട്ടോ നമ്മളൊന്നും അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു ആഘോഷങ്ങളോ
അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ്. എല്ലാം എന്താണ്, ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, ഒരു കയറ്റം കയറുന്നുണ്ടെങ്കിൽ അത് എന്തുണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൊസൈറ്റി പലതും പറയും, പല കാര്യങ്ങളും പറയും. നിങ്ങൾ ഈ കോഴ്സിന് പോ, ഇതിന് പോ, അതിന് പോ, ഇത് ചെയ്യ്, അത് ചെയ്യ് എന്ന് പലതും പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഹാപ്പി ആവണം എന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന വിരലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരിക്കുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ഉണ്ടാവും, വളരെ ക്ലോസ് ആയി നിൽക്കുന്ന 2-3 റിലേറ്റീവ്സ് ഉണ്ടാവും, വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ഇത്തരത്തിൽ തന്നെ വളരെ കുറച്ചായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും, ഒരുപാട് അഡ്വൈസ് തരുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആവാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണോ അവർ തരുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അഡ്വൈസുകൾ എടുക്കുമ്പോൾ എല്ലാവരിൽ നിന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന, നമ്മൾ നന്നായി കാണുന്ന ആഗ്രഹിക്കുന്ന വളരെ കുറഞ്ഞ ആളുകളോട് മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. അവരുടെ അഡ്വൈസ് മാത്രം എടുത്താൽ മതി. അവരുടെ അഡ്വൈസ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുകയും വേണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളേക്കാൾ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറഞ്ഞു തരുമ്പോൾ, നമ്മുടെ പാരൻസ് പറഞ്ഞു തരുമ്പോൾ ഒക്കെ നമ്മളത് ആ രീതിയിൽ എടുക്കുകയും വേണം. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൊസൈറ്റിയുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ബയാസ്ഡ് ആവേണ്ട ഒരാവശ്യമില്ല. അത് വലിയൊരു ക്രൗഡാണ്, വലിയൊരു മാസാണ്. അവർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും, അവർക്ക് ഒരുപാട് നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിനെല്ലാം കേട്ടിട്ട് അതിനെല്ലാം തുള്ളാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരോട് ഇത്രമാത്രം പറഞ്ഞാൽ മതി, ഇത് നല്ലതിനാണോ മോശം കാര്യത്തിനാണോ അറിയില്ല, എൻ്റെ ഡ്രീമിലോട്ട് ഞാൻ തന്നെ പോകുമെന്ന്. താങ്ക് യു.